നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CMRL കമ്പനിക്ക് എക്സാലോജിക് നൽകിയ സേവനം സംബന്ധിച്ച് ഏതന്വേഷണവും നടത്താമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കൊടുമ്പ് രഥോത്സവത്തിന് നാളെ കൊടിയേറും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒലവക്കോട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കനാൽ പാലത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ കോൺഗ്രസ് പതാക ജാഥയ്ക്ക് പാലക്കാട് സ്വീകരണം നൽകി. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. എക്സാലോജിക് വിഷയത്തിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയിട്ടുണ്ടെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ വ്യക്തമാക്കി. പറയുന്നുണ്ട് അതൊക്കെ ജെന്യൂൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കിയിട്ട് 70% എക്സംപ്ഷൻ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് പ്രോസിക്യൂഷൻ നടപടി വേണ്ടാതെ വെക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പം വിജിലൻസ് കോടതിയിൽ ഈ കേസ് വന്നു. വിജിലൻസ് കോടതി തള്ളി. CMRL കമ്പനിക്ക് എക്സാലോജിക് നൽകിയ സേവനം സംബന്ധിച്ച് ഏതന്വേഷണവും നടക്കട്ടെ എന്നും അതുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ഏത് അന്വേഷണമാണ് വേണ്ടതെന്ന് ആദ്യം കേന്ദ്ര ഏജൻസികൾ തീരുമാനിക്കണം. CMRLന്റെ 70% എക്സ്പെൻഡിച്ചറും അനുവദനീയമാണെന്ന് കാണിച്ച അതിന് നികുതി ഒഴിവ് നൽകിയതും പ്രോസിക്യൂഷൻ നേരിടേണ്ടതില്ല എന്ന് പറഞ്ഞതും ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എക്സാലോജിക്കുമായുള്ള വിഷയത്തിൽ ഒരു അഴിമതിയുമില്ലെന്ന് വിജിലൻസ് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരായി ഹൈക്കോടതിയിൽ കൊടുത്ത റിവിഷൻ പെറ്റീഷനിൽ ഇതുവരെ വീണയ്ക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒരു നോട്ടീസ് പോലും കോടതി കൊടുത്തിട്ടില്ല. മറ്റു വിവരങ്ങൾ ഹൈക്കോടതി നിയമിച്ച 3 അംഗ കമ്മീഷൻ അന്വേഷിക്കട്ടെ എന്നും AK ബാലൻ പറഞ്ഞു. ROCയിൽ കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായി കൊടുത്തിട്ടുണ്ട്. എക്സാലോജിക് കമ്പനിയും വീണയും ഇൻകം ടാക്സും SGSTയും കൊടുത്തിട്ടില്ല എന്നായിരുന്നു ആദ്യ പ്രശ്നം. അത് കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി മറുപടി നൽകി. ROC റിപ്പോർട്ട് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് CMRL കമ്പനിക്ക് ഇമ്മ്യൂണിറ്റി കൊടുത്തു? ഇതിൽ അഴിമതിയില്ല എന്നുള്ളത് കോടതിയുടെ കണ്ടെത്തലാണ്. കമ്പനി ഫ്രോഡല്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. CMRLനെതിരായ പരാതി ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയോ മകളോ അല്ല. രാഷ്ട്രീയ പാർട്ടികൾ CMRL നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് നേരിട്ട് വ്യക്തമാക്കിയതാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണം ആ വഴി നടക്കാത്തത്? CPIM പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. എന്നാൽ പണം പറ്റിയെന്ന് പറഞ്ഞവരുണ്ടല്ലോ. അത് പാർട്ടി ഫണ്ടിലേക്കാണോ അതോ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണോ പോയത് എന്ന് അന്വേഷിക്കണ്ടേ എന്നും AK ബാലൻ ചോദിച്ചു. കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രഥോത്സവത്തിന് നാളെ കൊടിയേറ്റം. ചടങ്ങുകൾ ഇന്ന് ആരംഭിക്കും. വള്ളി ദേവസേന സമേത കല്യാണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് നാളെ കൊടിയേറ്റം. ഇതിന് മുന്നോടിയായി ഇന്ന് രാത്രി 10-ന് വിഘ്നേശ്വര പൂജ, ഗ്രാമശാന്തി, വാസ്തുശാന്തി ചടങ്ങുകൾ നടക്കും. നാളെ രാവിലെ പൂജകൾക്ക് ശേഷം 6-നും 7-നും ഇടയ്ക്കാണ് കൊടിയേറ്റം. വൈകുന്നേരം പൂജകൾക്ക് ശേഷം രാത്രി 8:30-ന് ഗണപതി വീരബാഹു വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സ്വാമി എഴുന്നള്ളത്ത് നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും രാത്രി എഴുന്നള്ളത്ത് ഉണ്ടായിരിക്കും. 20-ന് രാവിലെ 7-ന് ഏകാദശ ദ്രവ്യാഭിഷേകം, വൈകിട്ട് 7-ന് സ്നപനാഭിഷേകം, നൃത്തനൃത്യങ്ങൾ, 21-ന് രാവിലെ പഞ്ചവിംശാദി ദ്രവ്യാഭിഷേകം, വൈകിട്ട് ഷോഡശാഭിഷേകം, കൊടുമ്പ് ഫസ്റ്റ്, 22-ന് രാവിലെ സുഗന്ധ കുസുമാഭിഷേകം, വൈകിട്ട് കളഭാഭിഷേകം, കഥാപ്രസംഗം, 23-ന് ദ്രവ്യാഭിഷേകം, മധുനാഭിഷേകം, ഓട്ടൻതുള്ളൽ, 24-ന് 108 ശംഖാഭിഷേകം, അന്നദാനം, നാടൻപാട്ട് എന്നിവ ഉണ്ടായിരിക്കും. 25-ന് പുലർച്ചെ 4-ന് പൂന്തേരോട്ടം, 7-ന് അഭിഷേകം, 9-ന് പൂർണ്ണാഭിഷേകം, മഹാന്യാസ രുദ്രാഭിഷേകം, ദശാംശ ഹോമം, 11-ന് അന്നദാനം, 7-ന് അഭിഷേകം, മെഗാഷോ കലാപരിപാടി എന്നിവ നടക്കും. 26-നാണ് 1-ാം തേരുത്സവം. അന്ന് രാവിലെ 6-നും 7-നും ഇടയ്ക്ക് രഥാരോഹണം, വൈകിട്ട് രഥപ്രദക്ഷിണം ചടങ്ങുകൾ നടക്കും. 27-ന് 2-ാം തേരുത്സവവും 28-ന് ഏകാന്തോത്സവവും 29-ന് 10-ാം തിരുനാളും ആഘോഷിക്കും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒലവക്കോടിനും സായ് ജംഗ്ഷനും ഇടയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കനാൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം 2-ാം ഘട്ടം ആരംഭിച്ചു. റോഡ് വീതി കുറഞ്ഞതും വശങ്ങളിൽ കൈവരികളോ സംരക്ഷണ ഭിത്തികളോ ഇല്ലാത്തതിനാലും അപകടം സ്ഥിരം പതിവായിരുന്നു. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും കനാലിൽ വീഴുന്നത് സ്ഥിരം പതിവായതിനാൽ പരാതികൾക്കും മാധ്യമ വാർത്തകൾക്കും ഒടുവിലാണ് പാലം പണി ആരംഭിച്ചത്. പണി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടെങ്കിലും നിയന്ത്രിക്കാൻ പോലീസ് ഡ്യൂട്ടിയിലുണ്ട്. വാഹന ക്രമീകരണം ഏർപ്പെടുത്തുന്നതിൽ പോലീസ് വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണ്. ഇടവിട്ട് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടത്തിവിടുന്നതിനാൽ ഭീകരമാം വിധം ട്രാഫിക് പ്രശ്നം ഉണ്ടാകാറില്ല. പാലക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. കേരളത്തിലെ ഒരു മലയാളിയെ സംബന്ധിച്ച് അവന്റെ ജനനം മുതൽ മരണം വരെ സഹകരണ മേഖല തൊട്ടു തീണ്ടാത്ത ഒരു മേഖലയും ഉണ്ടാകില്ല നമുക്കറിയാം. എന്താ ഈ മേഖലയ്ക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ ഭരണകൂടം, ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾ ജനുവരി 21, 22 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേരുന്ന 9ാം സഹകരണ കോൺഗ്രസിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്കാണ്
അഞ്ചുവിളക്ക് പരിസരത്ത് സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗത്തിൽ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം EN രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഡോക്ടർ P ജയദാസൻ സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ കൺസ്യൂമർ ഫെഡറേഷൻ ചെയർമാൻ M മെഹബൂബ്, വൈസ് ക്യാപ്റ്റൻ N സുബ്രഹ്മണ്യൻ, ജാഥ മാനേജർ സജീവ് കർത്ത, ചിറ്റൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ A സുരേന്ദ്രൻ, ആലത്തൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KG ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഏരിയയുടെ 42ാമത് വാർഷിക സമ്മേളനം 2024 ഫെബ്രുവരി 7-ന് യാക്കറ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സിവിൽ സ്റ്റേഷൻ ഏരിയയിലെ 6 യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തിയായി. വിവിധ യൂണിറ്റ് സമ്മേളനങ്ങൾ യൂണിയൻ സിവിൽ സ്റ്റേഷൻ ഏരിയ പ്രസിഡന്റ് PK രാമദാസ്, ഏരിയ സെക്രട്ടറി R സജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ G സുധാകരൻ, K പരമേശ്വരി എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സെക്കൻഡ് ഫ്ലോർ യൂണിറ്റ് പ്രസിഡന്റായി ചിത്ര CAയും സെക്രട്ടറിയായി ജയപ്രകാശൻ PS-നെയും, ഫസ്റ്റ് ഫ്ലോർ യൂണിറ്റ് പ്രസിഡന്റായി സിന്ധു KAയും സെക്രട്ടറിയായി R ശരത്തിനെയും, ഗ്രൗണ്ട് ഫ്ലോർ യൂണിറ്റ് പ്രസിഡന്റായി ഐശ്വര്യ KJയെയും സെക്രട്ടറിയായി ആനന്ദു SL-നെയും, ഓൾഡ് ഫസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റായി ഐശ്വര്യ TS-നെയും സെക്രട്ടറിയായി പ്രദീപ് കുമാർ PAയെയും, ഓൾഡ് സെക്കൻഡ് യൂണിറ്റ് പ്രസിഡന്റായി ഷിജി KN-നെയും സെക്രട്ടറിയായി അഖിൽ Aയെയും, GST യൂണിറ്റ് പ്രസിഡന്റായി ശ്രീദേവി S-നെയും സെക്രട്ടറിയായി സതീഷ് PKയെയും സമ്മേളനങ്ങൾ തിരഞ്ഞെടുത്തു. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിൽ കുടിവെള്ളം കിട്ടാതെ യാത്രക്കാരും തൊഴിലാളികളും വലയുന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകണമെങ്കിലും കടയിൽ നിന്ന് കുപ്പിവെള്ളം വാങ്ങണം. 2 മാസമായി സ്റ്റാൻഡിലെ കാഴ്ചയാണിത്. ബസ് സ്റ്റാൻഡിൽ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഏക ടാപ്പ് പ്രവർത്തിക്കാത്തതാണ് കാരണം. 2 മാസം മുമ്പാണ് ജല അതോറിറ്റി സ്റ്റാൻഡിലുണ്ടായിരുന്ന പൊതു ടാപ്പ് അടച്ചത്. കടയുടമകളും യാത്രക്കാരുമല്ലാത്ത ചിലർ ടാപ്പിൽ നിന്ന് വെള്ളം സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും വെള്ളം ടാങ്കിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ ജല അതോറിറ്റി കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരാണ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത്. 50ഓളം ചെറുതും വലുതുമായ കടകളും സ്റ്റാൻഡിലും പരിസരത്തുമായി പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള സ്കൂളിൽ നിന്ന് രാവിലെയും വൈകിട്ടുമായി വിദ്യാർത്ഥികളും വന്നു പോകും. ഇവരെല്ലാം കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്നത് പൊതു ടാപ്പിനെയാണ്. ടാപ്പ് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട കടയുടമകളുടെ അസോസിയേഷൻ ജില്ലാ ജല അതോറിറ്റിക്ക് കത്തയച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള മാലിന്യ ശേഖരണത്തിലൂടെ ഹരിത കർമ്മസേനാംഗങ്ങൾ കഴിഞ്ഞ വർഷം നേടിയത് 10 കോടി. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 983ഓളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലായി 35,000ഓളം ഹരിത കർമ്മസേനാംഗങ്ങളാണ് ഉള്ളത്. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെത്തി അജൈവ മാലിന്യ ശേഖരണം നടത്തുന്ന ഹരിത കർമ്മസേനകളുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചു നൽകിയതിലൂടെ ഹരിത കർമ്മസേനയ്ക്ക് 2023 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 8.11 കോടിയും മാലിന്യങ്ങൾ എത്തിക്കുന്ന RRF-ലെ തൊഴിലാളികൾക്ക് 2 കോടിയും വേതനമായി നൽകി.
അതത് പഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്ക് കീഴിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലെത്തി പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിനായി യൂസർ ഫീയും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇതിനായി പ്രത്യേക കാർഡും നൽകുന്നു. മാലിന്യ ശേഖരണത്തിന് എത്തുന്നവർ ഇത്തരം കാർഡുകളിൽ തീയതി, ഒപ്പ് എന്നിവയും രേഖപ്പെടുത്തണം. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രതിമാസം ഏകദേശം 65.70 ലക്ഷം രൂപയാണ് വേതനമായി നൽകുന്നത്. കഴിഞ്ഞ വർഷത്തെ 12 മാസങ്ങളിൽ നവംബറിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യ ശേഖരണം നടത്തിയത്. 9885 ടൺ. കുറവ് ഫെബ്രുവരിയിലാണ് 6935 ടൺ. ഒക്ടോബറിൽ 918 ടൺ. ജനുവരിയിൽ 7635 ടണ്ണും ശേഖരിച്ചപ്പോൾ വർഷാവസാനമായ ഡിസംബറിൽ ശേഖരിച്ചത് 7525 ടണ്ണാണ്. സംസ്ഥാനത്ത് ഹരിതകർമ്മ സേനയ്ക്ക് വേതനമായി ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് 35 ലക്ഷം 2022 ഓഗസ്റ്റിലാണ്. സംസ്ഥാന വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയാണ് ഇവരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. സേനാംഗങ്ങൾ ശേഖരിച്ച് തരംതിരിച്ചു നൽകുന്ന മാലിന്യത്തിന്റെ അളവിനനുസരിച്ചാണ് വേതനം നൽകുന്നതെന്നതിനാൽ കഴിഞ്ഞ വർഷം 44,329 ടൺ മാലിന്യമാണ് സേനാംഗങ്ങൾ ശേഖരിച്ചത്. ഇതിൽ 9,836 ടൺ മാലിന്യം തരംതിരിച്ചു നൽകിയതാണ് വരുമാന വർധനയ്ക്ക് കാരണമായത്. കഴിഞ്ഞ വർഷത്തെ മാലിന്യ ശേഖരണത്തിൽ മുന്നിൽ കണ്ണൂരും പിന്നിൽ ഇടുക്കി, വയനാട് ജില്ലകളുമാണെങ്കിൽ 2022 പ്രതിമാസം 75 ടൺ മാലിന്യം ശേഖരിച്ച പത്തനംതിട്ട 2023 35 ടൺ ശേഖരിച്ചതും ശ്രദ്ധേയമാണ്. സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യത്തിൽ നിന്നും 3275 ടൺ പൊടിച്ച് പ്ലാസ്റ്റിക് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുമ്പോൾ 1734 ടൺ റീസൈക്ലിങ്ങിന് പറ്റാത്ത 465 ടൺ മാലിന്യം സിമന്റ് ഫാക്ടറികൾക്കും നൽകും. കഴിഞ്ഞ വർഷത്തെ ശേഖരണത്തിൽ അപകടകരമായ 75 ടൺ മാലിന്യത്തിന് പുറമെ 239 ടൺ ഇ വേസ്റ്റും ഉണ്ടായിരുന്നു. 2409 ടൺ കുപ്പിച്ചില്ലുകളും തുണി, ചെരുപ്പ്, ടയർ, ഇതര മാലിന്യം എന്നിവ ഏകദേശം 310 ടണ്ണോളവും വരും. സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് നിരോധനത്തിന് പിന്നാലെ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനകളും രംഗത്തിറങ്ങിയതോടെ കഴിഞ്ഞ വർഷം സേനാംഗങ്ങൾ നേടിയത് 10 കോടിയോളം രൂപ എന്നത് ആശ്വാസാർഹമാണ്. നവീകരണത്തിനൊരുങ്ങി തൃത്താല റെസ്റ്റ് ഹൌസ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള തൃത്താലയിലെ റെസ്റ്റ് ഹൌസിന്റെ നവീകരണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. 55 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഴയ കെട്ടിടത്തിന്റെയും ശൌചാലയത്തിന്റെയും അറ്റകുറ്റപ്പണികൾ, വൈദ്യുതീകരണം, സൗന്ദര്യവൽക്കരണം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ VP റെജീന, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KB ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A കൃഷ്ണകുമാർ, എഞ്ചിനീയർമാരായ രാജേഷ് ചന്ദ്രൻ, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ ഡിസ്പെൻസറിക്ക് ജലശുദ്ധീകരണി നൽകി. പാലക്കാട് സർവീസ് സഹകരണ ബാങ്ക് മരുത റോഡ് പഞ്ചായത്തിലെ കൊട്ടേക്കാട്ടുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. ബാങ്ക് പ്രസിഡന്റ് C ബാലൻ ഉദ്ഘാടനം ചെയ്തു. അഗ്നിബാധയെ തുടർന്ന് ഇവിടെയുണ്ടായിരുന്ന ജലശുദ്ധീകരണി കത്തിനശിച്ചിരുന്നു. മരുത റോഡ് പഞ്ചായത്ത് 3-ാം വാർഡ് അംഗം കൽപ്പകം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VV ബിജി, ബാങ്ക് സെക്രട്ടറി AV കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗം M സജിത്, K ഷൈജു, നന്ദച്ചൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കെതിരായുള്ള അതിക്രമം തടയാൻ കരാട്ടെ അനിവാര്യം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് സ്വയം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണെന്ന സന്ദേശത്തോടെ CSM LPS എടക്കാൽ സ്കൂളിലെ കുട്ടികൾക്കായി കരാട്ടെ, യോഗ, മാസ് ഡ്രിൽ എന്നിവയുടെ സൗജന്യ പരിശീലനത്തിന്റെ ഉദ്ഘാടനം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O നാരായണൻകുട്ടി നിർവഹിച്ചു. മോഹനൻ SI പാലക്കാട്, അഭിമന്യു ബാലചന്ദ്രൻ കരാട്ടെ, രാമകൃഷ്ണൻ യോഗ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ മെമ്പർമാരായ മല്ലിക, ഐസക് ജോൺ, MPTA പ്രസിഡന്റ് ഉഷ, ഗിരിജ ടീച്ചർ, ചിത്ര ടീച്ചർ, രക്ഷിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്ക് വിജ്ഞാനത്തോടൊപ്പം ശാരീരികവും മാനസികവുമായ സമ്പൂർണ്ണ വളർച്ചയാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത്. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം? ചിന്തിക്കൂ. അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത്? ചിന്തിക്കൂ. ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ? ചിന്തിക്കൂ.
മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം? ചിന്തിക്കൂ. അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ? ചിന്തിക്കൂ. പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ? ചിന്തിക്കൂ. എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. പ്രേംദീപ് ജ്വൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല. ഓടിക്കൊണ്ടിരുന്ന KSRTC ജെൻഡം ലോ ഫ്ലോർ AC ബസ്സിൽ നിന്ന് തീയും പുകയും. ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീയണച്ച് അപകടം ഒഴിവാക്കി. ദേശീയപാതയിലെ ചിതലി അഞ്ചുമുറി ജംഗ്ഷനിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ബസിന്റെ പിൻവശത്തു നിന്നാണ് പുക ഉയർന്നത്. തൊട്ടു പിന്നാലെ എഞ്ചിൻ ഓഫായി. ഇതോടെ യാത്രക്കാരെ പുറത്തിറക്കി. ഓടിയെത്തിയ നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു. യാത്രക്കാരെ മറ്റൊരു KSRTC ബസ്സിൽ കോയമ്പത്തൂരിലേക്ക് കയറ്റിവിട്ടു. ആലത്തൂരിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ബസ് പിന്നീട് പാലക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി. ഏറെ വിവാദമായ റോബിൻ ബസ്സിന് പകരമായി KSRTC ഓടിക്കുന്ന ബസ്സിലാണ് തീയും പുകയും ഉണ്ടായത്. ചിതലയിലെ ചുവട്ടുതൊഴിലാളികളായ വി ഗോപി, വി അരവിന്ദാക്ഷൻ, ട്രാക്ടർ ഡ്രൈവർ പുഷ്പൻ, പലചരക്ക് കടക്കാരൻ ഷെരീഫ്, ഹാരിസ് എന്നിവരാണ് തീ അണയ്ക്കാൻ ആദ്യം എത്തിയത്. ഡിജിറ്റൽ ഇടപാടിനായി KSRTC രംഗത്തിറക്കിയ ചലോ ആപ്പ് ഏപ്രിലിൽ സംസ്ഥാനത്തെ മുഴുവൻ ബസ്സിലും നടപ്പിലാക്കും. ടിക്കറ്റ് ഇടപാടിന് പുറമെ ആപ്പ് വഴി യാത്രക്കാരന് ഏതൊക്കെ റൂട്ടിൽ ഏതൊക്കെ ബസ് ഉണ്ടെന്ന് അറിയാനാകും. ആപ്പിലൂടെ ബസിന്റെ തത്സമയ സഞ്ചാര പാത വരെ കണ്ടെത്താനും കഴിയും. ഗതാഗത മന്ത്രി പറഞ്ഞ വേർ ഈസ് മൈ KSRTC ആപ്പ് എന്ന സങ്കല്പം ചലോ ആപ്പിൽ ക്രമീകരിച്ചു കഴിഞ്ഞു. പ്ലേ സ്റ്റോർ വഴി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ യാത്രക്കാരന് ഒരു നിശ്ചിത റൂട്ടിൽ ഏതൊക്കെ ബസ് ഉണ്ടെന്ന് കൃത്യമായി അറിയാം. ബസ് എപ്പോൾ വരും, എവിടെ എത്തി, ബസ്സിൽ കയറിയാൽ എവിടെ ഇറങ്ങണം തുടങ്ങിയവയെല്ലാം ആപ്പ് പറഞ്ഞു തരും. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ആപ്പിൽ തയ്യാറാക്കി. മുംബൈ ആസ്ഥാനമായ ചലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചലോ ആപ്പ് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റി സർക്കുലറിലെ 70 ബസ്സുകളിൽ പരീക്ഷിച്ചു കഴിഞ്ഞു. അടുത്ത ഘട്ടം തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ബസ്സുകളിലും അതിനുശേഷം KSRTCയുടെ ദീർഘദൂര സർവീസുകളിലും ഏപ്രിൽ മാസത്തോടെ സംസ്ഥാനത്തെ എല്ലാ ബസ്സിലും നടപ്പിലാക്കും. 5500 ചലോ ആപ്പ് മെഷീനും അതിനുള്ളിലെ സിം കാർഡ്, സെർവർ, ആവശ്യമായ പേപ്പർ റോൾ, ഡിപ്പോകളിലേക്ക് 4 കമ്പ്യൂട്ടർ, പ്രിന്റർ എന്നിവ കമ്പനി അവരുടെ ചെലവിൽ അനുവദിക്കും. 13.7 പൈസയും GSTയുമാണ് ഒരു ടിക്കറ്റിന് കമ്പനി ഈടാക്കുന്നത്. ഭാവിയിൽ കണ്ടക്ടർ ഇല്ലാതെ തന്നെ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കാർഡ് സ്വൈപ്പ് ചെയ്ത് ടിക്കറ്റ് അടയ്ക്കുന്ന രീതിയും കൊണ്ടുവരും. പന്ന്യങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ സൗജന്യ യാത്ര പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകൾക്ക് മാത്രമായിരിക്കും. 6 പഞ്ചായത്തുകളിലെ വാഹന ഉടമകൾക്കാണ് ഇതുവരെ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നത്. എന്നാൽ പുറമേ നിന്നുള്ള വാഹനങ്ങൾ പ്രദേശത്തുകാരുടെ ID കാർഡ് കാണിച്ച് കടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കരാർ കമ്പനി പുതിയ നിബന്ധന കൊണ്ടുവന്നത്. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി, പുതുക്കോട്, കണ്ണമ്പ്ര, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഇനി ഇളവ് അനുവദിക്കുകയുള്ളൂ. ഇതിനായി RC ബുക്കിന്റെ ഒറിജിനലോ കോപ്പിയോ കാണിക്കണം. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക്, ചെട്ടിനാട്, ടെമ്പിൾ, ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ.
കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. പലഹാരം മേള സംഘടിപ്പിച്ചു. ALPS തൃക്കളൂർ അമ്പലപ്പാറയിലെ 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ അറിഞ്ഞു കഴിക്കാം പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പലഹാരമേള രുചി വൈവിധ്യം കൊണ്ടും വിഭവ സമൃദ്ധി കൊണ്ടും വ്യത്യസ്തമായി. അധ്യയന രംഗത്തെ കുട്ടികൾക്ക് നവ്യ അനുഭൂതി പകർന്നു. സീനിയർ അസിസ്റ്റന്റ് ശശികുമാർ പലഹാരമേള ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ അഷ്റഫ്, ഷീന ഷെറിൻ, രക്ഷിതാക്കളായ അജ്ന, സജില എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ പാലക്കാട് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TA സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. LGML മണ്ഡലം വൈസ് പ്രസിഡന്റ് പാറയിൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളെ നോക്കുകുത്തികളാക്കുന്ന സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ ഈ മാസം 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായിട്ടാണ് ജനപ്രതിനിധികൾ പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ധർണയിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പാശ്ശേരി ഹംസൻ, KP ഉമ്മർ, റഷീദ് മുത്തനിൽ, സൈനുദ്ദീൻ താളിയിൽ, NP ഹമീദ്, റഫീഖ് കൊങ്ങത്ത്, ഇരുവത്ത് മുഹമ്മദ്, ജനപ്രതിനിധികളായ KT അബ്ദുള്ള, K ഹംസ മാസ്റ്റർ, K റെജീന, CK സുബൈർ, ഇർഷാദ്, നസീമ, ഐനെല്ലി, റുബീന, റഷീദ പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റഫീന മുത്തനിൽ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CMRL കമ്പനിക്ക് എക്സാലോജിക് നൽകിയ സേവനം സംബന്ധിച്ച് ഏതന്വേഷണവും നടത്താമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കൊടുമ്പ രഥോത്സവത്തിന് നാളെ കൊടിയേറും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒലവക്കോട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കനാൽ പാലത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ കോൺഗ്രസ് പതാക ജാഥയ്ക്ക് പാലക്കാട് സ്വീകരണം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.